എൻ മേരിയുടെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്നേഹപൂർവ്വം സ്വാഗതം. ആലുവ കാർമൽ കോളേജ് ഓഫ് നഴ്സിംഗ് പ്രിൻസിപ്പൽ സിസ്റ്റർ പ്രഭ ഗ്രേസ് CMC ആണ് ഇന്ന് നമ്മോടൊപ്പമുള്ളത്. മാർത്താൻ മേരിയിലേക്ക് സിസ്റ്ററിന് സ്നേഹപൂർവ്വം സ്വാഗതം. താങ്ക് യു. സിസ്റ്ററെ ഒന്ന് പരിചയപ്പെടുത്താമോ? എൻ്റെ പേര് സിസ്റ്റർ പ്രഭ ഗ്രേസ് CMC. ഞാൻ എറണാകുളം വിമല പ്രോവിൻസിലെ അംഗമാണ്. ഇപ്പോൾ ഞാൻ കാർമൽ നഴ്സിംഗ് കോളേജ് ചുണങ്ങംവേലിയിലുള്ള കോളേജാണ്, അവിടെ പ്രിൻസിപ്പളായി വർക്ക് ചെയ്യുന്നു. സിസ്റ്റർ കുടുംബം, സഹോദരങ്ങൾ, അവരെക്കുറിച്ചൊന്ന് പറയാമോ? എൻ്റെ വീട് ചാലക്കുടിക്കടുത്ത് വെള്ളാഞ്ചിറ എന്നൊരു കൊച്ചു പ്രദേശത്താണ്. എൻ്റെ അപ്പച്ചൻ മരിച്ചു പോയിട്ട് ഇപ്പം 21 വർഷത്തോളമായി. അമ്മയുണ്ട്, 4 ആങ്ങളമാരും ഒരു ചേച്ചി. അത് ഞങ്ങൾ 6 മക്കളാണ്. കുട്ടിക്കാലം മുതലേ സിസ്റ്റർ ആകണം എന്നുള്ളൊരാഗ്രഹം ഉണ്ടായിരുന്നോ? എങ്ങനെയായിരുന്നു ദൈവവിളിയിലേക്ക് വന്നൊരു സാഹചര്യം? ഞങ്ങളുടെ വീട് ഒത്തിരി പ്രാർത്ഥിക്കുന്ന ഒരു കുടുംബമാണ്. പ്രത്യേകിച്ച് ഞങ്ങളുടെ അമ്മ എല്ലാ ദിവസവും വൈകിട്ട് ജപമാല ഇന്നുവരെ എനിക്ക് തോന്നുന്നു ഞങ്ങൾ മുടക്കിയിട്ടില്ല. അതുപോലെ എല്ലാ ദിവസവും ജപമാല ചൊല്ലി തിരുഹൃദയ പ്രതിഷ്ഠ ചൊല്ലി ഞങ്ങളുടെ കുടുംബത്തെ മുഴുവനും സമർപ്പിച്ച് ഉള്ള ഒരു പരിശീലനം ഉണ്ട്. പിന്നെ എൻ്റെ 2 മേമമാരും ഒരു ആൻറ്റിയുടെ മകളും സിസ്റ്റർ ആയിട്ടുണ്ട് എൻ്റെ കുട്ടിക്കാലത്ത്. അപ്പോൾ അവർ വരുമ്പോഴും കാണുമ്പോഴൊക്കെ ഈവൻ ഒരു ബസ്സിലൊരു സിസ്റ്ററിനെ കണ്ടാൽ അറിയാതെ എൻ്റെ മനസ്സ് പ്രാർത്ഥിച്ചു പോവും, ഈശോയെ എന്നെ ഒരു സിസ്റ്റർ ആക്കണേന്ന്. അങ്ങനെ എപ്പോഴും എൻ്റെ മനസ്സിലൊരു ചിന്തയുണ്ട് അതിനെക്കുറിച്ച്. ചെറുപ്പം മുതലേ മാതാവിനോട് ഭക്തിയുള്ള ഒരു കുട്ടിയായിരുന്നു. എങ്ങനെയായിരുന്നു ഈ മാതൃഭക്തി ഇത്രയധികം ജീവിതത്തിൽ കടന്നു വന്നത്? കുഞ്ഞുനാളിലെ എൻ്റെ അമ്മ ഇപ്പോഴും ഞാൻ ചെന്നാൽ ഒരു പ്രാവശ്യമെങ്കിലും ഞാനത് കേൾക്കാതെ പോരില്ല. അമ്മ പറയും, നീ മാതാവിൻ്റെ മോളാ, നിന്നെ അനുഗ്രഹിക്കും അമ്മ മാതാവ് എന്ന് പറയും. എന്ത് ജീവിതത്തിലെ ഒരു പ്രശ്നം വന്നാലും അമ്മയോട് പറയുമ്പോൾ അമ്മ പറയും, നീ പേടിക്കണ്ട, നീ മാതാവിൻ്റെ മോളാ. ആ ഒരു മാതാവിൻ്റെ മകളാണ് ഞാൻ എന്നുള്ള ഒരു ചിന്ത എൻ്റെ ഉള്ളിൽ നല്ലപോലെ തറഞ്ഞു കയറിയിട്ടുണ്ട് കുട്ടിക്കാലത്ത് തന്നെ. അപ്പം ദൈവവിളി വന്നപ്പോഴും എൻ്റെ കാത് കുത്താൻ അമ്മ ഒത്തിരി ശ്രമിച്ചായിരുന്നു. കാരണം അന്നൊക്കെ പെൺകുട്ടികളെ അമ്മ കാത് കുത്തുക എന്നുള്ളതൊരു വലിയൊരു അലങ്കാരമാണല്ലോ.
പക്ഷേ എൻ്റെ കുഞ്ഞു മനസ്സിൽ എനിക്ക് കാത് കുത്തുണ്ട്. അപ്പോൾ ഞാൻ അമ്മോട് പറയും, ഇത് ഇവിടെ നിന്ന് ഇവിടത്തോളം വരെ സ്ഥലമുണ്ട്, വേണമെങ്കിൽ ഇതൊക്കെ ഫില്ലാക്കിക്കോ, എന്നിട്ട് കാത് കുത്തിയാൽ പറ്റുമോ, ഇല്ലെങ്കിൽ വേണ്ട. അങ്ങനെയാണ് ഞാൻ പറയാറ്. അപ്പോൾ ആ ചിന്ത എൻ്റെ ഉള്ളിലുള്ളത് കൊണ്ടാണ് ഞാൻ കാത് പോലും കുത്തിക്കാതിരുന്നത്. സന്യാസ ജീവിതത്തിലേക്ക് വരാൻ ആഗ്രഹിച്ചപ്പോൾ എന്തുകൊണ്ടാണ് CMC സഭയെ തിരഞ്ഞെടുക്കാൻ കാരണം? ഞാൻ CMC സഭ തിരഞ്ഞെടുക്കാൻ അതൊരു നിമിത്തമാണ്. എൻ്റെ +2 കഴിഞ്ഞപ്പോഴൊന്നും, അന്ന് പ്രീ ഡിഗ്രി ആണല്ലോ, പ്രീ ഡിഗ്രി കഴിഞ്ഞപ്പോൾ എൻ്റെ ആൻറ്റി ഒരു ദിവസം അവിടെ വീട്ടിൽ വന്നു. വീട്ടിൽ വന്നപ്പോൾ പറഞ്ഞു, ഒരു ദൈവവിളി ക്യാമ്പുണ്ട്, നീ പോരുന്നുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ വരാം എന്ന് പറഞ്ഞു. അമ്മയുടെ കൂട്ടുകാരി തന്നെയാണ് സിസ്റ്റർ വെർജീലിയ എന്ന് പറയും. സിസ്റ്റർ എന്നെ ആ ക്യാമ്പിൻ്റെ ദിവസമായപ്പോൾ വീട്ടിൽ വന്ന് കൊണ്ടുപോയി. എന്നെ കൊണ്ട് ചെല്ലുന്നത് ചൊവ്വരയായിരുന്നു അന്ന് ഞങ്ങളുടെ നൊവിഷ്യേറ്റ് ഹൗസ്. അവിടെ എനിക്ക് ഉണ്ടായ ഒരു അനുഭവം, അന്ന് വരെ എൻ്റെ മനസ്സിൽ എപ്പോഴും ഒരു അസ്വസ്ഥതയുണ്ടായിരുന്നു. എൻ്റെ ഭാവി എന്താ, എൻ്റെ ഭാവി. ഞാൻ ആ കോൺവെൻറ്റിൽ ചെന്ന് പരിശുദ്ധ മാതാവിൻ്റെ മുമ്പിൽ മുട്ടുകുത്തി. ഞാൻ ചെല്ലുന്ന വഴി അവിടെ ഞാൻ കേട്ടത് ഉച്ചയ്ക്കലത്തെ കർത്താവിൻ്റെ മാലാഖയ്ക്കുള്ള മണി അടിച്ചതാണ്. അപ്പം തന്നെ എൻ്റെ മനസ്സിൽ എനിക്കൊരു കൺവിക്ഷൻ വന്നതുപോലെ എനിക്ക് അനുഭവപ്പെട്ടു. മാതാവിൻ്റെ രൂപത്തിൻ്റെ മുമ്പിൽ ചെന്ന് മുട്ടുകുത്തി ഞാൻ പ്രാർത്ഥിച്ചോടെ എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ആ ഭാരം എവിടെയോ പോയി മറിഞ്ഞു. ആക്ച്വലി ഞാൻ ഭയങ്കരമായിട്ട് ഫ്രീ ആയി അവിടെ. കുടുംബത്തിൽ നിന്നും സന്യാസാർത്ഥിനിയായിട്ട് കടന്നു വന്ന ഒരു കാലഘട്ടം എങ്ങനെയായിരുന്നു ആ കാലഘട്ടം ആദ്യകാലങ്ങളിൽ? ഞാൻ കോൺവെൻറ്റിൽ ചേർന്നതിന് ശേഷം അതൊരു കർമ്മല മാതാവിൻ്റെ സഭയാണല്ലോ. അപ്പം ചെന്ന അന്ന് മുതലേ തന്നെ മാതാവിൻ്റെ സ്തുതിഗീതങ്ങളും ജപമാലയും മാതാവിന് പ്രത്യേകമായിട്ടുള്ള അലങ്കാരങ്ങളും ഒക്കെ കാണുമ്പോൾ എനിക്ക് നല്ലൊരു സന്തോഷം തോന്നാറുണ്ട്. അപ്പോൾ അങ്ങനെ മാതാവിനോടുള്ള ഭക്തിയിൽ ഒത്തിരി വളരാൻ സാധിച്ചു. അത് കഴിഞ്ഞ് ഒരു ദിവസം എൻ്റെ ചേച്ചി കോൺവെൻറ്റിൽ പോയിട്ടുണ്ട്. ചേച്ചി എന്നെ കാണാൻ വന്നപ്പോൾ ഞാൻ മുറ്റമടിക്കുകയാണ് കോൺവെൻറ്റിൽ. അപ്പോൾ ചേച്ചി പറഞ്ഞു, എൻ്റെ മോളെ നീ മുറ്റമൊക്കെ അടിക്കണോ നിനക്കിവിടെ, ഞങ്ങൾക്ക് അവിടെ ഒന്നും ചെയ്യണ്ട, നീ ഞങ്ങളുടെ കോൺവെൻറ്റിലേക്ക് പോരാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഇല്ല ചേച്ചി, ഞാൻ ഈ മഠത്തിൽ ജോലി ചെയ്ത് ജീവിച്ചോളാം, ചേച്ചിയുടെ പാട് നോക്കിക്കോളാൻ പറഞ്ഞു. അന്നും എൻ്റെ മനസ്സിൽ ഈ ജോലി ആവുന്ന എനിക്കൊരു ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. അപ്പോൾ മാതാവിൻ്റെ ഒരു കോൺവെൻറ്റിലായിരിക്കുക എന്നുള്ളത് ഭയങ്കര സന്തോഷമായിട്ട് എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്. സിസ്റ്റർ ആയതിനു ശേഷം സിസ്റ്റർക്ക് സഭയിൽ കിട്ടിയ ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെയായിരുന്നു? ശരിക്കും പറഞ്ഞാൽ ഞാൻ PDC കഴിഞ്ഞിട്ടാണല്ലോ വന്നത്. അപ്പോൾ ഒരു കൊല്ലത്തേക്ക് ഞാൻ ഞങ്ങളുടെ പ്രൊവിൻഷ്യൽ ഹൗസിലായിരുന്നു. പ്രൊവിൻഷ്യൽ ഹൗസിൽ യാത്ര ചെയ്ത് വരുന്ന സിസ്റ്റേഴ്സിനെ സ്വീകരിക്കുക, അവർക്ക് വേണ്ടിയിട്ടുള്ള മുറികൾ റെഡിയാക്കുക, അവർ പോയി കഴിയുമ്പോൾ അതെല്ലാം എടുത്ത് അലക്കാനിടുക, ആ ഒരു ജോലിയാണ് എനിക്ക് തന്നിരുന്നത്. കൂടാതെ പാർലറിൽ മറ്റുള്ളവർ വന്ന് മണിയടിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ചെല്ലുക, അവരെ സ്വീകരിക്കുക, ആ ഒരു ജോലിയാണ് എനിക്കുണ്ടായത്. 84 ആദ്യം തന്നെ ഞാൻ പിന്നെ നഴ്സിംഗിലേക്ക് പോവുകയാണ് ചെയ്തത്. കാർമൽ ഹോസ്പിറ്റലിൽ ഒരു ഏകദേശം 19 വർഷമായിട്ട് അറ്റൻഡർ വിഭാഗത്തിൽ ജോലി നോക്കി വരികയാണ്. എനിക്ക് ഈ സ്ഥാപനത്തിൽ ജോലി ലഭിച്ച നാൾ മുതൽ സിസ്റ്റർ പ്രഭയെ എനിക്കൊരിക്കലും എൻ്റെ വ്യക്തി ജീവിതത്തിൽ മറക്കുവാൻ കഴിയില്ല. കാരണം ഒരു അറ്റൻഡറിൻ്റെ ജോലി എന്താണെന്ന് പോലും അറിയാതിരുന്ന ആ നാളുകളിൽ എനിക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ജോലിയിലുണ്ടായിട്ടുണ്ട്. ആ സമയങ്ങളിൽ സിസ്റ്റർ പ്രഭ എനിക്ക് ഒത്തിരി ആശ്വാസം, അതല്ലെങ്കിൽ എൻ്റെ ജോലികളെക്കുറിച്ച് എന്നെ ബോധവാനാക്കുകയും എനിക്കെന്തെങ്കിലും ബുദ്ധിമുട്ടുകളൊക്കെ നേരിടുമ്പോൾ, ജോലി സംബന്ധമായ വിഷമങ്ങൾ അനുഭവപ്പെടുമ്പോൾ ഞാൻ സിസ്റ്റർ പ്രഭയെ എന്താ പറയുന്നത്, യാതൊരുവിധ ഇതുമിൽ നിർഭയമായി നമുക്ക് സിസ്റ്ററിൻ്റെ അടുത്തെല്ലാം നമുക്കെന്തും മനസ്സിലൊന്നും വയ്ക്കാതെ എല്ലാം തുറന്നു പറയാം. എനിക്ക് ഒത്തിരി ആശ്വാസമേകിയിട്ടുണ്ട് സിസ്റ്റർ. അതുപോലെ തന്നെ എൻ്റെ കുടുംബ കാര്യങ്ങളിലാണെങ്കിലും നമുക്ക് സിസ്റ്ററിനെ സംബന്ധിച്ച് എന്നെ ഒരുപാട് 1-2 ധ്യാനങ്ങൾ സിസ്റ്റർ ഞാൻ പറഞ്ഞിട്ടുണ്ട്. സിസ്റ്റർ എനിക്ക് ഒത്തിരി സമയമൊന്നും ധ്യാനത്തിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇല്ല, അത് നിനക്കൊരു തുടക്കം മാത്രമേ, നിനക്ക് അതിനെക്കുറിച്ച് അറിയില്ലാണ്ടാണ്. അങ്ങനെ സിസ്റ്റർ ഞാൻ ഒഴിഞ്ഞു പോകാനൊക്കെ നോക്കിയിട്ട് സിസ്റ്ററിനെ ഇവിടെ ഹോസ്പിറ്റൽ സംബന്ധമായിട്ട് ധ്യാനങ്ങൾ നടക്കുമ്പോൾ എൻ്റെ തൊട്ട് ബാക്കിൽ വന്ന് സിസ്റ്റർ നിന്നിട്ടുണ്ട്. അത് കഴിഞ്ഞ് ധ്യാനം തീർന്നതിന് ശേഷം സിസ്റ്റർ വന്നു, ഇപ്പം എങ്ങനെയുണ്ടാന്ന് എന്നോട് അങ്ങനെ എപ്പോഴും ഞാൻ പറഞ്ഞിട്ട്, ശരിയാണ് സിസ്റ്റർ, എനിക്ക് എൻ്റെ ഇത് ഉണ്ടാണ് സിസ്റ്റർ പറഞ്ഞുകൊണ്ടാണ് ഞാനത് അങ്ങനെ. ഒരുപക്ഷെ എൻ്റെ വ്യക്തി ജീവിതത്തിൽ ഹോസ്പിറ്റലിൽ മറ്റ് സിസ്റ്റേഴ്സും അതുപോലെ തന്നെ എടുത്തു പറയാവുന്ന സിസ്റ്റർ പ്രഭ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ ഞാനൊക്കെ
ഒരു മാതാവിൻ്റെ രീതിയിലാണ് കണ്ടിരിക്കുന്നത്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സിസ്റ്ററിൻ്റെ അടുത്ത് വരുമ്പോൾ നമ്മുടെ മനസ്സിൻ്റെ വിഷമങ്ങൾ, അതുപോലെ മറ്റ് ഉള്ള എല്ലാവിധ ജോലി സംബന്ധമായിട്ടാണെങ്കിലും നമുക്ക് ഒരു സിസ്റ്ററൊക്കെ ഉണ്ടെങ്കിൽ തന്നെ ഇവിടെ ഞങ്ങൾക്ക് വളരെ ഒരു ഇതാണ് ഹോസ്പിറ്റലിൽ ജോലി ചെയ്യാനും. അതുപോലെ നമുക്ക് ധൈര്യമാണ്, യാതൊരു ഇത് എല്ലാ വിധത്തിലും ദൈവിക അനുഭവത്തിലും. ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ ധ്യാനത്തിലാണെങ്കിലും ഞാൻ പക്ഷേ പങ്കെടുക്കേണ്ടെന്ന് പക്ഷേ സിസ്റ്ററിൻ്റെ കാണുമ്പോൾ സിസ്റ്റർ ധൈര്യമായിട്ട് എനിക്കത് ഒരുപാട് എൻ്റെ ജീവിതത്തിൽ ആ ധ്യാനത്തിലൊക്കെ പങ്കെടുത്തുകൊണ്ട് ഒരുപാട് ഇതുണ്ടായിട്ടുണ്ട്. നഴ്സിംഗ് വിദ്യാർത്ഥിനിയായിട്ട് കടന്നു വന്നൊരു വ്യക്തി ഒരു നഴ്സിംഗ് കോളേജിൻ്റെ പ്രിൻസിപ്പാളായിട്ടിരിക്കുന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ. അതുവരെയുള്ളൊരു അനുഭവം ചുരുക്കി പറയാമോ? യഥാർത്ഥത്തിൽ പറഞ്ഞാൽ ഞാനൊരു നേഴ്സാവണമെന്ന് ആഗ്രഹിച്ച ആളല്ലായിരുന്നു. നേഴ്സുമാരെ കാണുമ്പോൾ രക്തം കുടിക്കുന്ന കൊതുകുകൾ വരുന്നുണ്ട് എന്ന് പോലും പറഞ്ഞ് ഞാൻ കളിയാക്കാറുള്ളൊരു വ്യക്തിയാണ്. പക്ഷേ എൻ്റെ നൊവിഷ്യേറ്റ് കാലത്ത് ഞങ്ങൾക്കൊരു 30 ദിവസത്തെ ധ്യാനം ഉണ്ടായിരുന്നു. ആ ധ്യാനത്തിൽ ഞാനൊരു സ്വപ്നം കണ്ടു. ഞാൻ കാണുന്നത് ഒരു ആഫ്രിക്കൻ പ്രദേശമാണ്. അവിടെ ചെന്ന് രോഗികളെ ശുശ്രൂഷിക്കുന്നതായിട്ടാണ് ഞാൻ കാണുന്നത്. അന്ന് തുടങ്ങി എനിക്ക് നഴ്സിങ്ങിനോട് ഭയങ്കര ഒരു അറ്റാച്ച്മെൻ്റ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഉടുപ്പിട്ട് കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ മദർ പ്രൊവിൻഷ്യൽ എന്നെ വിളിച്ച് ചോദിച്ചു, ഇനി തുടർന്ന് പഠിക്കാൻ എന്താ ആഗ്രഹം? എനിക്ക് പഠിക്കണ്ട, എന്നെ പഠിക്കാൻ വിടുകയാണെങ്കിൽ നഴ്സിങ്ങിന് വിട്ടാൽ മതി, അല്ലെങ്കിൽ ഞാൻ മഠത്തിൽ ജോലി ചെയ്ത് ഇവിടെ ജീവിച്ചോളാം എന്ന് പറഞ്ഞു. ഒന്നും കൂടെയൊക്കെ ആലോചിച്ചിട്ടൊക്കെ തീരുമാനിച്ചാൽ മതി എന്ന് പറഞ്ഞു. എന്നെ പറഞ്ഞു വിട്ടു. ചുരുക്കത്തിൽ പറഞ്ഞൊരു 5-6 പ്രാവശ്യം എന്നെ മദർ പ്രൊവിൻഷ്യൽ വിളിച്ചു പറഞ്ഞു എന്ത് ചെയ്താൽ എന്നെ നഴ്സിങ്ങിന് വിടത്തില്ല, എന്നെ പഠിപ്പിക്കാനാണ്. ഞാൻ പറഞ്ഞു എനിക്ക് പഠിക്കണ്ട എന്ന് പറഞ്ഞു. അങ്ങനെ വാശിയായി എൻ്റെ അമ്മേനെ വിളിച്ചു വരുത്തി. എൻ്റെ ഒരു കസിൻ സിസ്റ്ററുണ്ട്, സിസ്റ്റർ ജോസി മരിയ. സിസ്റ്ററിനെയും വിളിച്ചു വരുത്തി എന്നോട് പറഞ്ഞു അവരോട് പറഞ്ഞു എന്നെ ഒന്ന് പറഞ്ഞ് മാനസാന്തരപ്പെടുത്താനായിരിക്കും അമ്മ വിളിച്ചത്. പക്ഷേ ഞാൻ അവരോട് പറഞ്ഞു എനിക്ക് നഴ്സിംഗാണ് താല്പര്യം, എന്നെ അതിന് പഠിപ്പിക്കുന്നില്ലെങ്കിൽ ഞാൻ ഈ അടുക്കളയിൽ ജോലി ചെയ്തോളാം, എനിക്ക് കുഴപ്പമില്ല. വീണ്ടും ഒരു ദിവസം ഇവരൊക്കെ വന്ന് പോയി കഴിഞ്ഞാൽ അമ്മയും എന്നെ വഴക്ക് പറഞ്ഞു, അധികാരികൾ പറയുന്നത് അനുസരിച്ചുകൂടെ നിനക്ക് എന്ന് ചോദിച്ചാൽ. അപ്പോൾ ഞാൻ പറഞ്ഞു അമ്മേ എനിക്കത് ഈശോ വെളിപ്പെടുത്തി തന്നൊരു കാര്യം, പിന്നെ ഞാൻ എങ്ങനെയാണ് അതിന് മാറിപ്പോകുന്നത്? അപ്പോൾ ഈശോ വെളിപ്പെടുത്തി തന്നു എന്നുള്ളൊരു ചിന്ത എൻ്റെ ഉള്ളിലുണ്ട്. അപ്പോൾ ഞാൻ പിന്നെ ഒരു ദിവസം പ്രൊവിൻഷ്യലമ്മ വിളിച്ചിട്ട് പറഞ്ഞു എനിക്ക് നാളെ ഉത്തരം കിട്ടണം ഏതിനാണ് പോകുന്നതെന്ന്. അത് വല്ലാത്ത എന്നെ ടെൻഷൻ പിടിപ്പിച്ചു. ഞാൻ വിചാരിച്ചു ഇനി ഇതെന്താ ചെയ്യേഷോ, എനിക്കൊരു തെളിവ് തരാതെ ഞാൻ ഇവിടുന്ന് എഴുന്നേറ്റ് പോകില്ലെന്ന് ഓർത്ത് ഞാൻ പള്ളിയിൽ കയറിയിരുന്ന് കുറേ കരഞ്ഞു പ്രാർത്ഥിച്ചു. ഞാൻ എഴുന്നേറ്റ് പോന്നു. വീണ്ടും കുറച്ച് സമയം കിട്ടിയപ്പോൾ ഞാൻ വിചാരിച്ചു പള്ളിയിൽ പോകാൻ. ഞാൻ പള്ളിയിലേക്ക് ചെല്ലുമ്പോൾ ഒരു ഈശോയുടെ കരുണയുടെ ഈശോ ഉണ്ടല്ലോ, ആ ഈശോയുടെ മുഖമുള്ളൊരു പടം ചാപ്പലിൽ കിടക്കുന്നു. അപ്പോൾ ആ പെട്ടെന്ന് ഞാൻ എടുത്തു നോക്കിയപ്പോൾ നഴ്സസ് ഡെയിലി മോർണിംഗ് പ്രെയർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു പേപ്പറാണ്. അത് കണ്ടതോടെ ഞാൻ ഇങ്ങനെ നെഞ്ചതോട് ചേർത്ത് വെച്ചിട്ട് ഓക്കെ എനിക്ക് ഉത്തരം കിട്ടി ഈശോയെ നന്ദി എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നും അതെൻ്റെ കയ്യിലുണ്ട്, ആ പടമുണ്ട്. അതിലൂടെയാണ് എനിക്ക് പൂർണ്ണമായിട്ടും ബോധ്യമായത് എന്നെ ഈശോ നഴ്സിങ്ങിൽ വിളിച്ചിട്ടുണ്ടെന്നുള്ളത്. അങ്ങനെ ഞാൻ പിന്നെ പെർമിഷൻ കിട്ടി, ലെസ്സിയിൽ അപ്ലൈ ചെയ്തു. ലെസ്സി ഹോസ്പിറ്റലിലാണ് ഞാൻ GNM പഠിച്ചത്. പഠനമൊന്നും എനിക്ക് ഒട്ടും ബുദ്ധിമുട്ടുണ്ടായില്ല, ഡിസ്റ്റിങ്ഷനോടുകൂടി തന്നെ പാസ്സായി കഴിഞ്ഞിട്ട് അന്ന് പഠിക്കാനത് എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യമൊന്നും അല്ലല്ലോ. ഞാൻ ലാസ്റ്റ് എക്സാം എഴുതി വന്നിട്ട് എൻ്റെ ബുക്ക് എടുത്തൊരു എറിഞ്ഞു. ഇനി എനിക്ക് പഠിക്കണ്ട, മതി, ധാരാളം മതി എന്നും പറഞ്ഞുകൊണ്ട് ഞാൻ ആ ബുക്ക് 3 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ ആ ബുക്ക് എടുക്കുന്നത് പോലും. അപ്പം പഠിക്കണമെന്ന് ഒരിക്കലും എൻ്റെ മനസ്സിൽ ചിന്തയില്ല. എൻ്റെ ബോൺ പീരീഡ് കഴിഞ്ഞു, ഞാൻ കാർമൽ ഹോസ്പിറ്റലിലേക്ക് വന്നു. കാർമലിലെ തിയേറ്ററിലാണ് ജോലി തന്നത്, അവിടെ ജോലി ചെയ്തു. ശരിക്കും പറഞ്ഞാൽ എൻ്റെ തിയേറ്റർ ജീവിതം ഒരു പ്രാർത്ഥനാ ജീവിതം തന്നെയാണ്. ഒത്തിരി രോഗികളെ മരണത്തിൽ നിന്ന് ഈശോ ഇറങ്ങി രക്ഷപ്പെടുത്തുന്ന അനുഭവം. തിയേറ്ററിലെ ടേബിളിൽ അത്ഭുതങ്ങൾ കാണുന്നത് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട്. അത് എൻ്റെ ശരിക്കും പറഞ്ഞ് ഞാൻ കുട്ടികളോട് പറയും, നമ്മുടെ തിയേറ്റർ ഒരു പള്ളിയാണ്, മുകളിൽ ഞങ്ങൾക്ക് ചാപ്പലുണ്ട്, ആ ചാപ്പൽ കഴിഞ്ഞാൽ പിന്നത്തെ ചാപ്പൽ നമ്മുടെ തിയേറ്ററാണ്. അതുകൊണ്ട് തിയേറ്ററിൽ എപ്പോഴും സൈലൻസ് പാലിക്കാനും ജോലി കഴിഞ്ഞാൽ ഞങ്ങൾ ഒന്നിച്ചിരുന്ന് ജപമാല ചൊല്ലാനും എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന കുട്ടികളെ അമ്മയിലേക്ക് നയിക്കാനൊക്കെ സാധിച്ചു. പല പ്രാവശ്യവും അമ്മ സുഗന്ധാഭിഷേകം തിയേറ്ററിൽ നൽകിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വലിയൊരു അനുഭവമായിരുന്നു എൻ്റെ ആ കാലഘട്ടം. അതുകൊണ്ട് തന്നെ ഞാൻ നല്ലൊരു സാറ്റിസ്ഫാക്ഷനിലാണ്.
അത് കഴിഞ്ഞപ്പോഴാണ് അന്നത്തെ കൗൺസിലർ സിസ്റ്റർ ജോസഫാത്ത എന്നോട് പറഞ്ഞു, സിസ്റ്റർ പഠിക്കാൻ പോകണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അയ്യോ എനിക്ക് പഠിക്കാൻ പോകേണ്ട ആവശ്യമില്ല, എനിക്ക് പഠിക്കേണ്ടെന്ന്. എന്നെ കുറേ വഴക്ക് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു എനിക്ക് ഉത്തരം കിട്ടണമെന്ന് പറഞ്ഞു. അതും ഇതുപോലെ തന്നെയൊക്കെ വാശി പിടിച്ചു തുടങ്ങി. പക്ഷേ പിന്നെ 2 ദിവസം കഴിഞ്ഞപ്പോൾ ഈ ആപ്ലിക്കേഷൻ ഫോം തന്നിട്ട് പറഞ്ഞു കൊണ്ടുപോയി പൂരിപ്പിക്കുമെന്ന് പറഞ്ഞു. ഞാൻ കൊണ്ടുപോയി പൂരിപ്പിച്ചു കൊടുത്തു. എനിക്ക് അഡ്മിഷൻ കിട്ടി. അന്ന് സെയിൻറ്റ് ജോൺസിലേക്ക് പോസ്റ്റ് ബേസിക് നഴ്സിങ്ങിന് ചേർന്ന ഒരു 6 മാസത്തേക്ക് ഭാഷ വളരെ ഒരു ബുദ്ധിമുട്ടായിരുന്നു. 6 മാസത്തേക്ക് എല്ലാ ദിവസവും ആരാധനയ്ക്ക് 9 തൊട്ട് 9:30 വരെ, 8:30 മുതൽ 9 വരെ ഞങ്ങൾക്ക് ആരാധനയുണ്ട് സെയിൻറ്റ് ജോൺസ് മെഡിക്കൽ കോളേജിലെ ചാപ്പലിൽ. 8:30 ഞാൻ ചാപ്പലിൽ ചെന്നാൽ അപ്പോൾ ഞാൻ കരയും. 9 മണി വരെ നിരന്തരം കരച്ചിലായിരിക്കും. അത് കഴിഞ്ഞ് ഞാൻ എഴുന്നേറ്റ് പോന്നു. അങ്ങനെ ഞങ്ങൾക്ക് ആദ്യത്തെ വെക്കേഷൻ കിട്ടി. ഞാൻ തിരിച്ചു വന്നതോടുകൂടി പിന്നെ എനിക്ക് കരച്ചിൽ വന്നിട്ടില്ല. പിന്നെ ഞാൻ കരഞ്ഞിട്ടില്ല. പിന്നെ അങ്ങനെ പഠനം പോയി കംപ്ലീറ്റ് ആയി. അത് പഠനം കഴിഞ്ഞ് വീണ്ടും തിയേറ്ററിൽ ജോലി ചെയ്തു. സ്കൂളിലുമായിട്ട് ജോലി ചെയ്തു, നഴ്സിംഗ് സ്കൂളിൽ പഠിപ്പിക്കാൻ. വീണ്ടും 10 വർഷം കഴിഞ്ഞപ്പോൾ എന്നോട് വീണ്ടും പഠിക്കാൻ പറഞ്ഞു. അപ്പോഴും പറഞ്ഞു ഇനി എനിക്ക് പഠിക്കേണ്ടതാണ്. വീണ്ടും അധികാരികൾ പറഞ്ഞു അനുസരണത്തിന് കീഴിൽ കൽപ്പിക്കുകയാണ്, പോയി പഠിക്കണം. ഓക്കെ, അതിന് പോയി. എല്ലാവരും അഡ്മിഷന് പോകുമ്പോൾ ആഗ്രഹിക്കുന്നത് അഡ്മിഷൻ കിട്ടണം, എങ്ങനെയെങ്കിലും പഠിക്കണമെന്ന്. ഞാൻ മാത്രം അവിടെ അഡ്മിഷന് ചെന്നതിൽ എനിക്ക് അഡ്മിഷൻ കിട്ടരുത്, അനുസരിച്ചേക്കാം എന്നോർത്ത് ഞാൻ പോയത് CMC വെല്ലൂർ കോളേജ്, നഴ്സിംഗ് കോളേജിലാണ്. അപ്പോൾ ഞാൻ അവിടെ ചെന്നു. 2 ദിവസത്തെ ഇൻ്റർവ്യൂ ആണ്. ഒരു ദിവസം ഞങ്ങളെ ഭയങ്കരമായിട്ട് ഒബ്സർവ് ചെയ്യും. പിറ്റേ ദിവസം ആദ്യത്തെ ഇൻ്റർവ്യൂ ടെസ്റ്റൊക്കെ കഴിഞ്ഞ് ഞങ്ങളെ ഒബ്സർവ് ചെയ്യുന്നു. ഇവിടെ നടക്കുന്നു. പുറത്ത് ഒരു നമ്പർ, മുമ്പിലൊരു നമ്പർ, 2 നമ്പർ അടിച്ചിട്ടാണ് ഞങ്ങൾ നടന്നുകൊണ്ടിരുന്നത്. ഇൻ്റർവ്യൂ എല്ലാം കഴിഞ്ഞു. ടെസ്റ്റിൽ ഞാൻ കയറി. അങ്ങനെ വെല്ലൂർ റിസൾട്ട് വന്നപ്പോൾ എനിക്ക് വെയിറ്റിംഗ് ലിസ്റ്റിലാണ്. അപ്പോൾ ഞാൻ വളരെ സന്തോഷിച്ചു. ഇൻ്റർവ്യൂ നടത്തിയ മാഡത്തെ കണ്ടിട്ട് പറഞ്ഞു, മാഡം എനിക്ക് ഏതായാലും കിട്ടിയില്ല, പക്ഷേ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്, ഏതായാലും വെയിറ്റിംഗ് ലിസ്റ്റിലുണ്ടല്ലോ, പോട്ടെ കേട്ടോ മാഡം എന്ന് പറഞ്ഞ് ഞാൻ പോന്നു. പിന്നെ എനിക്ക് ഇവിടെ വന്നിട്ടായാലും എനിക്ക് ഭയങ്കര സന്തോഷമാണ്. പക്ഷേ എല്ലാവർക്കും വിഷമം, എന്നാലും കിട്ടിയില്ലല്ലോ. ഇവൻ ഞങ്ങളുടെ കൂടെ ജോലി അവിടെ പഠിച്ച CMCയിൽ വർക്ക് ചെയ്ത ഡോക്ടർ ഉണ്ടായിരുന്നു, സിസ്റ്ററിന് കിട്ടിയില്ലല്ലോ എന്നുള്ളൊരു ദുഃഖം സാറ് പറഞ്ഞു. പക്ഷേ 10 ദിവസം കഴിഞ്ഞപ്പോൾ എന്നോട് എമർജൻസി ആയിട്ട് ടെലഗ്രാം വന്നു, 2-ാം തീയതി പോയി ജോയിൻ ചെയ്യണമെന്ന്. ഏതായാലും കിട്ടിയതല്ലേ, പോകാതെ പറ്റില്ലല്ലോ. ഞാൻ പോയി ജോയിൻ ചെയ്തു. 2 വർഷം കൊണ്ട് പഠനം തീർത്ത് ഇവിടെ വന്നു. 2006 ജൂണിൽ നഴ്സിംഗ് സ്കൂളായിരുന്നു അന്ന്, അതിൻ്റെ പ്രിൻസിപ്പളായിട്ട് ചാർജ് എടുത്തു. എൻ്റെ ഫോർമേഷൻ കാലം തുടങ്ങി അറിയുന്ന വ്യക്തിയാണ് സിസ്റ്റർ പ്രഭ ഗ്രേസ്. കൂടുതലായിട്ട് അടുത്തറിയാൻ തുടങ്ങിയത് കാർമൽ വന്ന ശേഷമാണ്. ഞാൻ 92-ൽ ഇവിടെ സ്റ്റാഫായിട്ട് ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ ഇൻചാർജായിട്ട് ജോയിൻ ചെയ്തപ്പോൾ സിസ്റ്ററായിരുന്നു ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ ഇൻചാർജ്. സിസ്റ്റർ എനിക്ക് ഹാൻഡ് ഓവർ വന്നിട്ടാണ് ഹയർ സ്റ്റഡിക്കായിട്ട് പോയത്. അപ്പോൾ സിസ്റ്റർ ഞങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഒരു ചേച്ചി അനിയത്തി എന്നുള്ള റിലേഷൻഷിപ്പായിരുന്നു. അത് ഭൗതികമായിട്ടുള്ള ചേച്ചി അനിയത്തിയല്ല, നമ്മളിതിൻ്റെ സ്പിരിച്വൽ റിലേഷൻഷിപ്പും കൂടെ അതിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു. അത് ഇത്രയും കാലം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ സിസ്റ്റർ കാമലിന് വേണ്ടിയിട്ട് ഒത്തിരി കാര്യങ്ങൾ ചെയ്ത വ്യക്തിയാണ്, നന്നായി അധ്വാനിച്ച വ്യക്തിയാണ്. കാർമലിൻ്റെ ഉയർച്ചയിൽ എന്നും താല്പര്യമായിരുന്നു. കാർമൽ എന്ന് പറയുമ്പോൾ കമല മാതാവിൻ്റെ സഭ, മാതാവിൻ്റെ ഞാൻ അമ്മയുടെ പുത്രിയാണ് എന്ന ഒരു ഗാഠമായ ബോധ്യവും അതനുസരിച്ചുള്ള ജീവിതവും സിസ്റ്ററിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അമ്മയെക്കുറിച്ചുള്ള ഒരു പുസ്തകം തയ്യാറാക്കാനും എല്ലാവരും മാതാവിനെ അറിയണം, മാതാവിൻ്റെ ആ വ്യക്തിത്വം ഉൾക്കൊള്ളണം, ഗുണഗണങ്ങൾ ഉൾക്കൊണ്ട് അതനുസരിച്ചിട്ട് ഈശോയിലേക്ക് വളരണം എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് സിസ്റ്റർ എപ്പോഴും പ്രവർത്തിച്ചിട്ടുള്ളത്. അതിനു വേണ്ടിയിട്ടാണ് സിസ്റ്റർ എന്നും നിലനിന്നിട്ടുള്ളത്. സിസ്റ്റർ കോളേജിൻ്റെ പ്രിൻസിപ്പൾ ആകുന്നതിന് മുമ്പ് കാർമൽ നഴ്സിംഗ് സ്കൂളിൻ്റെ പ്രിൻസിപ്പളായിരുന്നു. കോളേജിൻ്റെ പ്രിൻസിപ്പൾ ആകുന്നതിന് അന്ന് തുടങ്ങിയാൽ എനിക്ക് നന്നായിട്ട് അറിയാം. സിസ്റ്ററിൻ്റെ കുട്ടികളോട് ഭയങ്കര താല്പര്യമായിരുന്നു. കുട്ടികളുടെ ഭൗതികമായ വളർച്ചയിലും പഠന മേഖലയിലുള്ള ഉയർച്ചയിലും മറ്റ് കൾച്ചറൽ പരമായിട്ടുള്ള വളർച്ചയിലും ഉയർച്ചയിലും ഒക്കെ താല്പര്യമായിരുന്നതിൽ അതുപോലെ തന്നെ അതിലുപരിയായിട്ട് ആത്മീയ കാര്യങ്ങളിൽ കുട്ടികളുടെ ഓരോ കുട്ടിയുടെയും ആത്മീയ വളർച്ചയിൽ സിസ്റ്റർ ഏറ്റവും താല്പര്യം, അതിനു വേണ്ടിയിട്ട് കുട്ടികളെ ഒരുക്കുന്ന കാര്യത്തിൽ അതീവ ശ്രദ്ധാലുവുമായിരുന്നു. പ്രത്യേകിച്ചും മാതാവിനോടുള്ള ഭക്തിയിൽ കുട്ടികളെ വളർത്തുന്ന കാര്യത്തിൽ എനിക്ക് തോന്നിയിട്ടുള്ളത് കുട്ടികളോട് സിസ്റ്ററിനുള്ള റിലേഷൻഷിപ്പ്
ഒരു ആത്മീയ ബന്ധം സിസ്റ്ററിനെ ഒരു അമ്മ എന്നതുപോലെ കാണത്തക്ക വിധത്തിൽ ആണ് സിസ്റ്റർ ഓരോ കുട്ടിയുടെ അടുത്തും പെരുമാറിയിട്ടുള്ളത് എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ നഴ്സിംഗ് കോളേജിൻ്റെ പ്രിൻസിപ്പളായിട്ട് സിസ്റ്റർ വരുമ്പോഴും സിസ്റ്റർ നഴ്സിംഗ് കോളേജിൻ്റെ പ്രിൻസിപ്പളായിട്ട് കാണാനായിട്ട് ഒത്തിരി ആഗ്രഹിച്ചൊരു വ്യക്തിയാണ് ഞാൻ. കാരണം സിസ്റ്ററിന് തന്നിൽ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ഉത്തരവാദിത്വം നന്നായി ചെയ്യുവാനും തൻ്റെ കുട്ടികളോട് നല്ല രീതിയിൽ ഇടപെടാനും ഒരു സുഹൃത്ത് എന്ന പോലെയൊക്കെ ഇടപെടാനുമുള്ള ഒരു പ്രത്യേക ഗുണവിശേഷം സിസ്റ്ററിൽ നിക്ഷിപ്തമായിട്ടുണ്ട്. കാർമൽ സ്കൂൾ ഓഫ് നഴ്സിംഗ് കാർമൽ കോളേജ് ഓഫ് നഴ്സിംഗ് ആയിട്ട് മാറുന്നത് സിസ്റ്ററുടെ കാലഘട്ടത്തിലാണ്. അതിലേക്കുള്ളൊരു മാറ്റം എങ്ങനെയായിരുന്നു? 2006 മുതൽ 2011 വരെയും അത് നഴ്സിംഗ് സ്കൂളായിട്ട് തുടർന്നു. പിന്നെ നമ്മൾക്ക് നഴ്സിംഗ് സ്കൂളിൽ അന്നത്തെ ആ സാഹചര്യത്തിൽ കുട്ടികൾ വരാതെയായി തുടങ്ങി. അപ്പോൾ നമ്മളതൊരു നഴ്സിംഗ് കോളേജായിട്ട് അപ്ഗ്രേഡ് ചെയ്യണമെന്ന് വിചാരിച്ചു. അങ്ങനെ അധികാരികൾ അത് അപ്ഗ്രേഡ് ചെയ്യാമെന്ന് തീരുമാനിച്ചു. 2011 തുടങ്ങി നഴ്സിംഗ് കോളേജായിട്ട് അത് മാറ്റി എടുത്തു. പഴയ കാലഘട്ടത്തിലെ നഴ്സുമാരെ സിസ്റ്ററിന് അറിയാം, സിസ്റ്ററും ഒരു നഴ്സാണ്. പുതിയ തലമുറയിലെ നഴ്സിംഗ് വിദ്യാർത്ഥികളെ അല്ലെങ്കിൽ നഴ്സുമാരെ സിസ്റ്റർ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? ആദ്യത്തെ നഴ്സിംഗ് സ്റ്റുഡൻസ് എന്ന് പറഞ്ഞാൽ സേവനം മാത്രമായിരുന്നു ഒരു ലക്ഷ്യം. അവർക്ക് വേണം, പുറത്ത് പോകണം, പണം സമ്പാദിക്കണം, ആഗ്രഹമുണ്ട്. പക്ഷേ അന്നത്തെ കുട്ടികളുടെ ആ ലക്ഷ്യബോധം, കെയറിങ് ആറ്റിറ്റ്യൂഡ് ഇന്നത്തെ നഴ്സസിന് കുട്ടികൾ പഠിക്കാൻ വരുമ്പോൾ വളരെ കുറവാണ്. അപ്പോൾ അവരിലേക്ക് ഈ കെയറിങ് ആ ആറ്റിറ്റ്യൂഡ് ഉണ്ടാക്കണമെങ്കിൽ അത് വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ്. നഴ്സിംഗ് വിദ്യാർത്ഥികൾക്ക് പഴയ കാലത്തിൽ നിന്നും അധ്യാപന രീതിയിൽ പുതിയ തലമുറയിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വന്നിരിക്കുന്നത്? അന്ന് നമ്മൾ പഠിച്ചു, നമ്മൾ വന്ന് കുട്ടികളെ പഠിപ്പിച്ചു, ആ ഒരു ഇതാണ്, ലെക്ചർ മെത്തേഡാണല്ലോ അന്നൊക്കെ. ഇന്നിപ്പോൾ നമുക്ക് എല്ലാ സാങ്കേതികമായിട്ടുള്ള ഉപകരണങ്ങളുണ്ട്. പിന്നെ LCD വെച്ച് നമുക്ക് ക്ലാസ് എടുക്കാം, മറ്റു മെത്തേഡുകൾ നമുക്ക് ഉപയോഗിക്കാം. ഇപ്പോഴത്തെ ടീച്ചിങ് എളുപ്പമാണ്, പക്ഷേ റിസീവ് ചെയ്ത കുട്ടികളുടെ നിലവാരം വളരെ ബുദ്ധിമുട്ടുണ്ടാക്കും നമുക്ക്. പൂർവ്വ വിദ്യാർത്ഥികളിൽ പലരും വിദേശ രാജ്യങ്ങളിലുണ്ടായിരിക്കാം. അവരുടെ ജീവിതാനുഭവങ്ങൾ സിസ്റ്ററുമായിട്ട് എങ്ങനെയാണ് പങ്കുവച്ചിട്ടുള്ളത്? ഇവിടെ നമ്മുടെ കുട്ടികൾ ഇവിടുന്ന് പോയിട്ട് അവരുടെ സർവീസ് ലെവലിൽ അവർക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ഒരു കുട്ടി മാറി നിൽക്കേണ്ട ഗതികേട് ഇന്ന് വരെയും വന്നതായിട്ട് അവർ പറഞ്ഞിട്ടില്ല. എല്ലാവരും നല്ല പൊസിഷനിൽ ഇപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ട്. ഇവിടുന്ന് ആദ്യകാലങ്ങളിൽ പഠിച്ചു പോയ കുട്ടികൾ എല്ലാവരും തന്നെ നന്നായിട്ട് പ്ലേസ്ഡാണ്, ഫാമിലിയായി. അതിലേറെ എനിക്ക് സന്തോഷം തോന്നുന്നത്, ഞാൻ അവർക്ക് എപ്പോഴും ക്ലാസ് എടുക്കുമ്പോൾ ജീവൻ്റെ മൂല്യത്തെക്കുറിച്ച് പറയാറുണ്ട്. അപ്പം ഏത് ക്ലാസ് എടുത്ത് അവസാനം വരുമ്പോഴേക്കും ഒരു അബോർഷൻ ടോപ്പിക് വരും. അങ്ങനെ അവർ എനിക്കൊരു പേര് നൽകി, സിസ്റ്റർ അബോർഷ്യ എന്നുള്ളത്. എന്തായാലും എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഞാൻ കുട്ടികളെ ഫേസ്ബുക്കിലോ അല്ലെങ്കിൽ വല്ലവരും പറഞ്ഞൊക്കെ കേൾക്കുമ്പോൾ 3 പേര് 4 പേരൊക്കെ മക്കളായിട്ടുണ്ട് അവർക്ക്. അപ്പം അതിൻ്റെ അർത്ഥം അവരുടെ മനസ്സിൽ അന്ന് ജീവനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ആഴത്തിൽ പതിഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ 4 കുട്ടികൾ വരെ, ഇപ്പോൾ 5ാമത്തെ കുട്ടി വരെയും ട്രൈ ചെയ്യുന്ന കുട്ടികളുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം അവരുടെ ഉള്ളിൽ ജീവനെക്കുറിച്ചൊരു മൂല്യം കയറിയിട്ടുണ്ട്. കാർമൽ കോളേജ് ഓഫ് നഴ്സിംഗിൽ ചേർന്നതിന് ശേഷം സന്യാസ ജീവിതത്തിലേക്ക് വന്ന ഏതെങ്കിലും വിദ്യാർത്ഥികൾ സിസ്റ്ററിനുണ്ടോ? ആദ്യത്തെ ഞങ്ങളുടെ ബാച്ചിലെ കുട്ടികളിൽ ഒരാൾ ഇതിനകം സിസ്റ്ററായി. അത് കഴിഞ്ഞിട്ടുള്ള പിന്നത്തെ ബാച്ചിലെയും കുട്ടികളിൽ ഒരു കുട്ടി സിസ്റ്ററായി. അങ്ങനെ CMCയിൽ തന്നെ 2 കുട്ടികൾ ഇവിടെ പഠിച്ചതിന് ശേഷം സിസ്റ്റേഴ്സായിട്ടുണ്ട്. ഇന്ന് ഒരാൾ ജർമ്മനിയിൽ വർക്ക് ചെയ്യുന്നു, ഒരാൾ ഈ ഞങ്ങളുടെ കമ്മ്യൂണിറ്റി തന്നെയുണ്ട്. സിസ്റ്ററോട് സംസാരിച്ചിരുന്നത് സമയം പോയത് അറിഞ്ഞില്ല. കൂടുതൽ വിശേഷങ്ങൾ ചോദിച്ചറിയാനുണ്ട്. ആ വിശേഷങ്ങളിലേക്ക് നമുക്ക് തിരിച്ചെത്താം മറ്റൊരു എപ്പിസോഡിൽ.